ഇന്ത്യൻ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയ ഒരു തലമുറ ഉണ്ട്. അശ്വിൻ അതുപോലെയുള്ള താരങ്ങൾ, ഇപ്പോൾ കളിക്കുന്ന ജഡേജ, ആ ഒരു തലമുറ മാറിയിട്ടൊരു പുതിയ തലമുറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശുഭ്മാൻ ഗില്ലൊക്കെ ക്യാപ്റ്റനായിട്ട് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ ഇന്ത്യൻ ടീം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPL-ന് ശേഷം തുടർച്ചയായി അണ്ടർ-19 ടീമിൻ്റെ പരമ്പരകൾ വരുന്നുണ്ട്. ആദ്യം ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തി, ഇപ്പോൾ ഓസ്ട്രേലിയയിലും പര്യടനം നടത്താൻ വേണ്ടി പോവുകയാണ്. ഈ അടുത്തൊരു ജനറേഷൻ്റെ ഒരു കേന്ദ്രമായിട്ട് BCCI കാണുന്നത് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു താരത്തെയാണ്. വൈഭവ് സൂര്യവംശിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലനം നൽകാനൊക്കെ ആയിട്ട് ഇപ്പോൾ BCCI തീരുമാനിച്ചിരിക്കുകയാണ് ബംഗളൂരുവിൽ സെൻറ്റർ ഓഫ് എക്സലൻസിൽ. ഈ ഒരു ജനറേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പേരുകളുണ്ട്. ആയുഷ് മാത്രേ, പിന്നെ ഉർവിൽ പട്ടേൽ, ഇങ്ങനെ പല താരങ്ങളുടെ പേരുകളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വൈഭവ് തന്നെ ആയിരിക്കില്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഈ ഒരു ഇതിനൊക്കെ മുന്നോട്ട് നയിക്കുന്നത്? ഇന്ത്യയുടെ ഒരു അടുത്തൊരു ടോപ്പ് ഓർഡറിലെ ഒരു പ്രധാനപ്പെട്ട താരമായിട്ട് കേന്ദ്രബിന്ദുവായിട്ട് മാറാനുള്ള താരം തന്നെയാണ് വൈഭവ് സൂര്യവംശി പറയുന്നത്. അത് നമുക്കറിയാം. ഇപ്പം ഇന്ത്യയുടെ ഒരു ആഭ്യന്തര ക്രിക്കറ്റിലെ ഒരു ടീമിനെ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു അടുത്ത തലമുറ എടുക്കുകയാണെങ്കിലും വൈഭവിൻ്റെ പേര് മായ്ക്കാൻ വേണ്ടി പറ്റില്ല. 14 വയസ്സുകാരനാണ്. IPL ഇറങ്ങിയതിന് മുമ്പ് തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം പേരെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമാണ്, അതുകൊണ്ടാണല്ലോ രാജസ്ഥാൻ അദ്ദേഹത്തിന് ഒരു കോടി എടുത്ത് ടീമിലേക്ക് എടുത്തത്. അപ്പോഴും ഇത്രക്കാലം ഉണ്ടോ എന്നുള്ള സംശയമായിരുന്നു. സഞ്ജുവിന് പരിക്കേറ്റ് പകരം ഇറങ്ങുമ്പോഴും ഒരു സഞ്ജു മറ്റേ കുട്ടി സ്റ്റോറി പറഞ്ഞാൽ തന്നെ ഒരു 6 അടിക്കുന്നു, ഒരു 6 എന്ന് കരുതുന്നു, പിന്നെ ടപ്പേ അടിക്കുന്നു. സഞ്ജു അശ്വിനോട് പറഞ്ഞ രീതി ഉണ്ടല്ലോ, അത് തന്നെയാണ് ആ പ്രകടനത്തിലുള്ള അദ്ദേഹം. ലോക ക്രിക്കറ്റിൻ്റെ IPL-ഓ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലല്ലോ, ലോക ക്രിക്കറ്റിലൊക്കെ നടന്നു കയറുമായിരുന്നു. പ്രായത്തിൻ്റെ ഒരു പരിധി കൊണ്ട് മാത്രം ദേശീയ ടീമിലേക്കുള്ള വിളിക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണെന്ന് എനിക്കും തോന്നുന്നത്. ഒരു സംശയമില്ല, അടുത്ത തലമുറയിൽ നമ്മളിപ്പം കോഹ്ലി, ഗില്ല് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ പേരും കേൾക്കണം. ആ കേൾക്കണമെങ്കിൽ അതിന് ചിട്ടേറ് പരിശീലനം വേണം. ഈ താരത്തിന് എന്ത് പരിശീലനം കൊടുക്കാനാണ്? അദ്ദേഹം മികച്ച രീതിയിലല്ലേ കളിക്കുന്നത്, മികച്ച ഷോട്ടുകളല്ലേ വരുന്നതിലുള്ള ചോദ്യം ഉണ്ടാകും. ശരിയാണ്. പക്ഷേ എങ്കിൽ കൂടി ഇതുപോലെ നിരവധി പ്രതിഭകൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ മിന്നി മറിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പറയാനുള്ള പല താരങ്ങളും നമ്മൾ പലപ്പോഴും പറഞ്ഞ പല താരങ്ങളുടെ പേരുണ്ട്. അവസരങ്ങൾ ലഭിച്ചിട്ട് പോയ താരങ്ങൾ, ലഭിക്കാണ്ട് പോയ താരങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് പോകാനുള്ളൊരു വ്യക്തിയല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒടുങ്ങേണ്ട ഒരു കരിയർ അല്ല വൈഭവിൻ്റെത്. അതിന് കൃത്യമായൊരു പ്ലാൻ, ചട്ടക്കൂടോടെ അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ വൈഭവിൻ്റെ ജീവിതം നമുക്കറിയാം. അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്, അച്ഛനും അവർ കൂടി എങ്ങനെയാണ് എത്രയും നടന്നു കയറിയെന്നറിയാം. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം മുന്നോട്ട് തന്നെ പോകും. ഇപ്പം നമുക്ക് രാജകുമാരൻ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ രാജകുമാരൻ ഗില്ലും പറഞ്ഞപ്പോൾ വീണ്ടും കിങ്ങനായിട്ടുണ്ട്. അതുപോലെ അങ്ങനെ വരുമ്പോഴേക്കും നേരിട്ടും ഈ സിംഹാസനത്തിലേക്ക് കയറി വരാനുള്ള താരം തന്നെയാണ് വൈഭവ്. പക്ഷെ അതിന് ചിട്ടയായ ഒരു രീതി വേണം, മികച്ച പരിശീലനം വേണം. ആ മുന്നോട്ട് പോകുന്ന കളിക്ക് അകത്തെയും പുറത്തെയും കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു രീതി വേണ്ടി വരും. ഇല്ലെങ്കിൽ പല പ്രതിഭകളും എങ്ങനെയാണ് കരിയർ കൊണ്ട് നശിച്ചാൽ നമുക്കറിയാം. തിരിച്ചുവരവിൻ്റെ പാതയിൽ പല താരങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ പറയുമ്പോൾ പൃഥ്വി ഷായെ പോലെ താരങ്ങൾ തിരിച്ചു വരാൻ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ പല താരങ്ങളുണ്ട്. പൃഥ്വി ഷായുണ്ട്, നമുക്ക് ഉന്മുക്ഷിക്കുന്നുണ്ട്. പല താരങ്ങളെയും പറയേണ്ടി വരും. കാമ്പിലോട്ട് തുടങ്ങുന്ന ഒരു പേര് ലിസ്റ്റായിരിക്കും അത്. അതെ, ഈ കരിയർ ഒരു പകുതി വെച്ചിട്ട് അതിൻ്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ള താരങ്ങൾ. അത് പറയുമ്പോൾ വൈഭവിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ IPL-നകത്ത് വരുന്ന സമയത്ത് 1 കോടി രൂപ കൊടുത്ത് രാജസ്ഥാൻ റോയൽസ് വരുന്ന സമയത്ത് അധികം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ സീസണിൽ വൈഭവിന് ഒരു അവസരം രാജസ്ഥാൻ കൊടുക്കുമെന്നുള്ളത്. അതെ, അത്രയേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ സഞ്ജുവിന് കറക്റ്റ് ഒരു പരിക്കേൽക്കുന്നു. ആ സഞ്ജുവിന് പകരം കിട്ടിയ അവസരത്തിൽ ആദ്യ പന്ത് തന്നെ 6 അടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ആദ്യ പന്ത് 6 അടിക്കുന്നത് ഒരു ഭാഗ്യമല്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം പിന്നീടുള്ള എല്ലാ പന്തുകളും ഈ രീതിയിൽ അടിച്ച് തകർക്കുകയും. സഞ്ജു വന്നിട്ട് അവസരം നഷ്ടപ്പെട്ടല്ലോ. 7 മത്സരം പിന്നെ കളിക്കേണ്ടി. 7 മത്സരം പകുതി വെച്ചിട്ട് കളിച്ച താരമാണ് എന്താ പറയാ സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ ആവുന്നത് എന്നുള്ളതാണ്. ഒരു കാറും അടിച്ചുകൊണ്ടാണ് പോകുന്നത്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിലെ പര്യടനം നടത്തുമ്പോൾ അവിടെയൊക്കെ ആരാധകർ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. വൈഭവിനെ അന്വേഷിച്ച് വരുന്നു. വൈഭവിനൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഡ്രൈവ് ചെയ്ത് വന്ന 2 പെൺകുട്ടികളുടെ കഥയൊക്കെ അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് തന്നെയല്ലേ അദ്ദേഹത്തിന്റെ കരിയറിനൊരു കാരണം ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പെട്ടുപോകാനും ഈ ഒരു സ്റ്റാർഡം പിടികൂടാനൊക്കെ ഉള്ള ഒരു സാധ്യത. തീർച്ചയായും. പൃഥ്വി ഷാ പിന്നെ 2-3 ആഴ്ച മുന്നാണ് തന്റെ കരിയറിൽ സംഭവിച്ചതെന്നാണെന്ന് ഒരു തെറ്റുതിരുത്തൽ പോലെ ഏറ്റു പറഞ്ഞത്. അതിൽ പറഞ്ഞത് പൃഥ്വി ഷയുടെ കരിയർ നമുക്ക് അരങ്ങേറിയത്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറിയതൊക്കെ സെഞ്ചുറി ആയിട്ട് വന്നതും റെക്കോർഡ് നമ്മൾ വൈഭവിന് പ്രതീക്ഷ അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ ആവുന്ന പറഞ്ഞ പ്രതീക്ഷിക്കുന്ന താരമാണ് പൃഥ്വി ഷാ. ആ പ്രതീക്ഷ 100% പ്രതീക്ഷയ്ക്ക് മറുപടി പോലെ തന്നെയാണ് അദ്ദേഹം അരങ്ങേറിയതിനു ശേഷം ഈ ഫെയിമിലെത്തുമ്പം, ആ ഗ്ലാമറിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് പറ്റിപ്പോയത് സുഹൃത്ത് വലയം, അതിൽ അദ്ദേഹം പോയത്. ഇനി അധികം പരിശീലനം വേണ്ടല്ലോ, ഇതെല്ലാം ആസ്വദിക്കേണ്ട രീതിയിൽ മാറിപ്പോകുന്നു. കളി കഴിയുന്നു പോകുന്നുള്ള ജീവിതം തന്നെ കഴിയുന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അവിടുന്ന് ഇപ്പോൾ തിരിച്ചറിവിൻ്റെ പാതയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കുമ്പസാരം പോലെ അദ്ദേഹം ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആരാധകർ കാത്തിരിക്കുന്നു, ആരാധകർ വരുന്നു,
വൈഭവിനെ കാണാൻ വേണ്ടി ക്രിക്കറ്റ് ആസ്വദിക്കുന്ന ഇന്ത്യൻ ടീമിനുള്ള വൈഭവിനെ കാണാൻ വേണ്ടി ആരാധകർ വരുന്ന ഒരു അവസ്ഥ എത്തുമ്പോഴേക്ക് മാറിപ്പോൾ 14 ഇനിയുള്ള പ്രായം നമുക്കറിയാം ടീനേജിൻ്റെ പറയുന്ന സമയത്ത് എന്തും വരുന്നതാണ്. പക്ഷേ ഒരു താരത്തിന് അവിടെ ഈ പറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് BCCI അത്രയും ശ്രദ്ധ കൊടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് അദ്ദേഹം നമുക്കറിയാം സച്ചിനൊക്കെ ഇറങ്ങിയെടുത്ത് 16 വയസ്സിൽ വന്നിട്ട് നമുക്ക് പല റെക്കോർഡുകളും കുറിച്ചിട്ടുണ്ട്. വൈഭവിന് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ആ രീതിയിലേക്ക് അദ്ദേഹം മാറാൻ വേണ്ടി പറ്റും. അദ്ദേഹം മാറാനുള്ള കഴിവ് അദ്ദേഹം ഉണ്ട് തെളിയിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ 17 മത്സരത്തിൽ 252 IPL എടുത്തു. അതിലേറ്റവും പറഞ്ഞ സഞ്ജുവിന് പരിക്കുപറ്റി വരുന്നു. അപ്പോൾ സഞ്ജു സ്വാഭാവികമായിട്ട് സഞ്ജു തിരിച്ചു വരുമ്പോൾ സ്ഥാനം നഷ്ടപ്പെടുന്നു. പക്ഷേ സഞ്ജുവിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു, ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് സഞ്ജു വിട്ടുകൊടുക്കേണ്ടി വരുന്നു. നഷ്ടപ്പെടുന്നുള്ള വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ആ ടീമിലേക്ക് അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അവർ വരവറിയിച്ചാണ് ഇപ്പോൾ അണ്ടർ-19 ടീമിൽ കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് മികച്ച റെക്കോർഡുകൾ യുവ ടെസ്റ്റിൽ യങ് ടെസ്റ്റിൽ മികച്ച റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വൈഭവിൻ്റെ ഒക്കെ കാലമാണ്. അതോടൊപ്പം തന്നെ വൈഭവിനെ നയിക്കുന്ന ആയുഷ് മാത്രയെ പോലുള്ള താരങ്ങളുടെ കാലമാണ്. അതിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. തീർച്ചയായും ഈ വൈഭവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ നമ്മളിങ്ങനെ അദ്ദേഹം എന്ന് പറയുമ്പോൾ മുമ്പ് ഒരു വീഡിയോയിൽ ഇതുപോലെ അദ്ദേഹം എന്ന് പറഞ്ഞ സമയത്ത് കമന്റ് വന്നിരുന്നത്, അതായത് അദ്ദേഹം എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 14 വയസ്സായിട്ടുള്ള ഒരു പയ്യനാണെന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം അതിപ്പോൾ ചിന്നപ്പയ്യ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലായി, അയ്യോ ഞാൻ പറഞ്ഞെന്ന് കരുതുന്നു. അപ്പോൾ സഞ്ജു പറഞ്ഞാണ് ചിന്നപ്പയ്യ, നമ്മുടെ ചിന്നപ്പയ്യെന്ന്. ഞാൻ നേരത്തെ പയ്യെന്ന് പറയുമ്പോൾ എനിക്ക് ഇവനാരുടെ ഇവനെ പയ്യെന്ന് വിളിക്കുക അങ്ങനെ കമന്റ് വരും. ശരിക്കും ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പയ്യെന്ന് വിളിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. ആ കളിയുടെ ഗെയിമിൽ ഇപ്പം നമ്മളൊക്കെ എവിടെ ഇരിക്കുന്നത് അവരെ എവിടെ ഇരിക്കുന്നില്ല, അതിനാണ് മാറ്റം വരുന്നത്. ആ സ്ഥാനം പിടിച്ചു വാങ്ങുന്നതാണ് അവർ. കാരണം IPL എന്ന് പറയുന്നത് കളിക്കാൻ അവസരം കിട്ടുന്ന പല മുൻനിര താരങ്ങളോ അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച താരങ്ങളോ അൺസോൾഡ് ആകുന്ന ഒരു സ്ഥാനം കിട്ടുകയും അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും. ഇപ്പൊ ഈ ആയുഷ് മാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ ആയുഷ് മാത്ര IPL അൺസോൾഡ് ആയിട്ടുള്ള താരമാണ്. പക്ഷെ ചെന്നൈ പകുതി വെച്ചിട്ട് ഒരു താരത്തെ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ആയുഷ് മാത്രനെ പരിഗണിക്കുകയും 17ാമത്തെ വയസ്സിൽ അദ്ദേഹം IPL ഇതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചെന്നൈക്ക് വേണ്ടിയിട്ട്. ചെന്നൈയുടെ ഒരു ബാറ്റിങ്ങിന്റെ ഒരു പവർ പ്ലേയിലെ ബാറ്റിംഗ് ശൈലീനെ അല്ലെങ്കിൽ ആ ഒരു ബാറ്റിംഗ് മൈൻഡ് സെറ്റിനെ കംപ്ലീറ്റ് പൊളിച്ചെഴുതിയ ഒരു പ്രകടനം. എല്ലാവരും പറഞ്ഞു ചെന്നൈക്ക് വേണ്ടത് ഇതല്ല ഒരു T20 ഗെയിം വേണമെന്ന് പറയുമ്പോൾ ആ കളിയായിട്ട് വന്നതാണ്. 7 മത്സരം തന്നെയാണ് ആയുഷം കളിച്ചത്. 250 റൺസ് വൈഭവിന് തൊട്ട് താഴെ തന്നെയുണ്ട്. 250 റൺസ് അടിച്ചിട്ടുണ്ട് 7 മത്സരത്തിന്. കളി മാറ്റി ചെന്നൈയുടെ ആരാധകരെല്ലാം കളി വിട്ട അവസ്ഥയായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ വീഡിയോയിലും ഈ വിമർശിച്ച് വരുമ്പോൾ നമ്മളെ ചീത്തൊളിക്കുമായിരുന്നു ആരാധകർ. പിന്നെ ചെന്നൈ ആരാധകർ വന്നിട്ട് ചെന്നൈ ടീമിനെ ചീത്തൊളിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അവിടെ നിന്ന് ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അടുത്ത സീസണിലേക്ക് ഒരു ടീം വരുന്നുണ്ടെന്ന് പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടി ആയുഷ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ചെന്നൈയുടെ ആരാധകരുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ധോണി ഉണ്ടെങ്കിൽ ആ ഒരു പേരിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇനി വരുന്ന ടീം അവസാനം കളിക്ക് തിരിച്ചു കൊണ്ടുവന്ന പോലെ ഇനി വരുന്ന സീസണിൽ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ കുറച്ചധികം എന്താ പറയേണ്ടത് ടാലന്റ് ടീം ഉണ്ടെന്നുള്ളതൊരു ഇത് കൊടുത്തിട്ടാണ് ആയുഷ് മാത്ര പോയത്. തീർച്ചയായും ആയുഷ് മാത്ര അണ്ടർ-19 ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ടെസ്റ്റിൽ എനിക്ക് തോന്നുന്നു യൂത്ത് ടെസ്റ്റിൽ ബാറ്റിംഗിൽ വൈഭവിനേക്കാളും തിളങ്ങിയത് ആയുഷ് മാത്രമാണ് തോന്നുന്നുണ്ട്. മറുവശത്ത് വൈഭവ് യൂത്ത് ഏകദിന പരമ്പരയിലാണ് കൂടുതൽ തിളങ്ങിയത്. ടെസ്റ്റിലേക്ക് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു അർദ്ധ സെഞ്ചുറി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ശൈലി വരുന്നുണ്ട്. അപ്പൊ ആയുഷ് മാത്ര എന്ന് പറയുന്ന ഒരു താരവും വൈഭവും ഇവർ രണ്ടുപേരും ഒരേ രീതിയിൽ അതായത് ഇത്രയും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ഇവർ രണ്ടുപേരും ഒരേ രീതിയിൽ വളർന്നു വരുന്ന ഒരു താരങ്ങൾ തന്നെയല്ലേ, ഇന്ത്യയുടെ വലിയ പ്രതീക്ഷകൾ തന്നെയല്ലേ. ഈ പറഞ്ഞ പോലെ വൈഭവിനെ നയിക്കുന്ന ആയുഷ് മാത്രമാണ്. അത് പ്രായം കൊണ്ട് മാത്രമല്ല, ഇപ്പൊ സൈഫ് പറഞ്ഞാൽ തന്നെ യൂത്ത് ടെസ്റ്റിലേക്ക് വരുമ്പോഴായാലും ആ പ്രകടനം കൊണ്ടുകൂടി ആയുഷ് മാത്രം തെളിയിച്ചാണ്. IPL ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റണ്ണ് ആയുഷ് മാത്രം തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള താരം കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ടീമിന്റെ നായകനായി മാറിയത്. അപ്പം വൈഭവിന് നമ്മളിപ്പം പാകിസ്ഥാൻ ക്രിക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, സെക്കൻഡ് ലെയർ ഇല്ല, ആഭ്യന്തര ക്രിക്കറ്റ് ഇല്ല എന്ന് പറയലുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ സൈഫിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2-3 ടീമിൽ ഇറക്കാൻ വേണ്ടി ബാറ്റിംഗ് സ്ട്രെങ്ത് നമുക്ക് ഉണ്ടെന്ന്. ബാറ്റിംഗ് സ്ട്രെങ്ത് മാത്രമല്ല ബോളിംഗ് സ്ട്രെങ്തും ഉണ്ട്. അത് കൊണ്ടുവരുന്നത് ഈ ലെയറിലൂടെ ആഭ്യന്തര ക്രിക്കറ്റിലൂടെയാണ്. ഇപ്പോൾ അണ്ടർ-19 ടീം വരുന്നത് ഈ രീതി. ആയുഷ് മാത്രയെ പോലുള്ള താരങ്ങൾ വ്യാൻ മാത്രയെ പോലുള്ള താരങ്ങളായാലും അവർ കയറി വരുന്ന രീതിയുണ്ട്. അവർ മത്സരത്തെ അവരെ കാണുന്ന രീതി, കളിച്ചു വരുന്ന രീതി. അപ്പം വൈഭവ് 14-കാരനായ വൈഭവ് കളിച്ചു വരുമ്പോൾ 18-കാരനായ ആയുഷ് മാത്രം നയിക്കുന്നു പറയുമ്പോൾ അത് ആ ഒരു 3 വയസ്സിൻ്റെ വ്യത്യാസം കൊണ്ട് മാത്രമായിരുന്നില്ല അദ്ദേഹം ക്യാപ്റ്റനായി വരുന്നത്. അദ്ദേഹം അതിനു മുന്നേ തന്നെ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വൈഭവിന് മുന്നേ വന്നു, വൈഭവിന് മുന്നേ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വൈഭവിൻ്റെ ആ പ്രകടനത്തിൻ്റെ നമ്മൾ ഈ പറയുമ്പോൾ പറഞ്ഞ പോലെ ചിന്ന പയ്യനാണ്. ആ 14-ാം വയസ്സിൽ വന്ന ഒരു അത്ഭുത പ്രകടനത്തിൻ്റെ പേരിലാണ് അദ്ദേഹം കയറി വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ട പേര് ആയുഷ് മാത്ര തന്നെ ആയി പോയാണ്. തീർച്ചയായും ഇപ്പോൾ ആയുഷ് മാത്രയുടെ കഴിഞ്ഞാൽ ഇപ്പോൾ അണ്ടർ-19 നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് വിഹാൻ മൽഹോത്ര. 5 ഏകദിനത്തിൽ നിന്ന് 243 റൺസും അതുപോലെ തന്നെ യൂത്ത് ടെസ്റ്റിൽ 277 റൺസും നേടിയിട്ടുണ്ട്. 2 യൂത്ത് ടെസ്റ്റേഴ്സ്. അതായത് സെഞ്ചുറി അതിലുണ്ടായിരുന്നു. അതെ ഒരു ഈ പറയുന്ന വൈഭവ് ആണെങ്കിലും ആയുഷ് മാത്രയാണെങ്കിലും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ മറുവശത്ത് ഇത്തരത്തിൽ ആഘോഷിക്കപ്പെടാത്ത താരങ്ങളും ഈ രീതിയിൽ കഴിവ് തെളിയിക്കുന്നുണ്ട് എന്നല്ലേ പറയുന്നത്. അതാണ് നമുക്കിപ്പം ഈ നമ്മൾ പറഞ്ഞ തന്നെ ഒരു ടീം അണ്ടർ-19 ടീം നമുക്ക് ഇപ്പോഴത്തെ ഒരുപെട്ട താരങ്ങളുണ്ട്. ഏത് കണ്ടീഷനിൽ നടക്കുന്ന ഒരു ടെക്നിക്കലി ബാറ്റിംഗ് ടെക്നിക്കൽ കൊണ്ടുവരുന്ന താരമായിട്ടാണ് വിഹാൻ മൽഹോത്ര പറയുന്നത്. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള കേസാണ് വരുന്നത്. ഇവരൊക്കെ ഓരോ മേഖലയിൽ ഓരോ കണ്ടീഷൻ അനുസരിച്ച് കളി മാറ്റാൻ പറ്റുന്ന താരങ്ങളാണ്. നമുക്കറിയാം
ഒരു മത്സരത്തിൽ നമുക്ക് ഏതെങ്കിലും താരത്തെ ആശ്രയിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നില്ല. ഇവരൊക്കെ കളി പിടിക്കാൻ പറ്റിയ താരങ്ങളാണ്. ഇപ്പം വൈഭവ് ആയുഷ് വീണ് പോയാൽ അടുത്ത താരങ്ങളുണ്ട്. ബോളിങ്ങിലേക്കായാലും ബാറ്റിങ്ങിലേക്കായാലും പവർ ഹിറ്റർ ആയിട്ടുള്ള വരുന്ന ഉർവിൽ പട്ടേൽ താരങ്ങൾ അങ്ങനെ പലരും. ഉർവിൽ പട്ടേൽ വിക്കറ്റ് കീപ്പർ കൂടിയാണ്. ചെന്നൈയുടെ നമ്മൾ പറയണ ചെന്നൈക്ക് വേണ്ടിയിട്ട് ആദ്യ മത്സരത്തിൽ 11 പന്തിൽ 31 റൺസ് അടിച്ചിട്ട് ആണ് അത് കരുത്ത് തെളിയിക്കുന്നത്. അങ്ങനെ അല്ല, അതിനു മുമ്പ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ അണ്ടർ-19 താരങ്ങൾ മാത്രമല്ല, ഇതുപോലെ ഉർവിൽ പട്ടേലിനെ പോലുള്ള താരങ്ങളും ഒരു അവസരം കാത്ത് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ അഭിനീശ്വർ പ്രായമായിട്ട് നമ്മൾ എന്തേ കയറുന്നില്ല. പല ഈ പവർ ഹിറ്റേഴ്സ് ഉണ്ട്. പല ഈ 2-3 ടീമിനെ കളിക്കാൻ വരുമ്പം ഓരോ റോളിലേക്കും ഓരോ പൊസിഷനിലും കളിക്കാൻ പറ്റിയ താരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സ്ട്രെങ്ത്. അതിലേക്കാണ് ഈ വൈഭവും ആയുഷും കയറി വരുന്നത്. അതെ, അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അണ്ടർ-19 ടീം എന്ന് പറയുന്ന ഒരുപാട് പ്രതിഭകളുള്ളൊരു ടീം തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇന്ത്യയുടെ ഒരു ഭാവി എന്ന് പറയുന്നത് നമുക്കത്ര ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഒരു ടെൻഷനും വേണ്ട, ടീം സെറ്റാണ്. അടുത്ത 2-3 തലമുറക്കിലെ ടീമിനെ സെറ്റായിക്കൊണ്ടിരുന്നുണ്ട്. നിലവിൽ ഈ പറഞ്ഞ നമ്മൾ മറ്റ് രാജ്യങ്ങൾ ക്രിക്കറ്റ് നോക്കുമ്പം, ഇപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിലുള്ള പാകിസ്ഥാനിലെ ക്രിക്കറ്റ് നോക്കുമ്പം അവിടെ തകരുന്നത് പറഞ്ഞാൽ ഈ സെക്കൻഡ് ലെയർ ഇല്ലാത്തതുകൊണ്ടാണ്. ആഭ്യന്തര ക്രിക്കറ്റിൻ്റെ പരാജയമാണ്. ഈ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2-3 ടീമിനെ കളിക്കാനുള്ള സ്ട്രെങ്ത് നമുക്കുണ്ട്. ഇപ്പം അത് നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റ് നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ തലമുറ ഇങ്ങനെ കയറി വരുന്നത്. ഈ നമ്മളെ രഞ്ജി ട്രോഫി കളിക്കാൻ വേണ്ടി വിരാടും രോഹിത്തും കളിക്കേണ്ടി വന്നിട്ടുണ്ട്. ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ പരാജയത്തിന് ശേഷമാണ് കളിക്കുന്നത്. അതിനുശേഷം ഇപ്പം നമ്മൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം രോഹിത്തിനോടും വിരാടിനോടും ഏകദിന ഫോർമാറ്റിലേക്ക് ഇതിന് വേണ്ടിയിട്ട് എ ടീമിനും ദുലീപ് ട്രോഫിക്കുള്ള ടീമിലൊക്കെ കളിക്കാൻ വേണ്ടി പറയുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിലേക്ക് സ്ഥിരീകരണമില്ല. ഗില്ലിന് ഇപ്പം ദുലീപ് ട്രോഫി കളിക്കാൻ വേണ്ടി തയ്യാറാവുന്ന വാർത്ത വരുന്നുണ്ട്. ഈ ഇംഗ്ലണ്ടിലെ ഒരു വലിയ പര്യടനത്തിന് ശേഷം അതിനാണ് അദ്ദേഹം കളിക്കാൻ വേണ്ടിയിരുന്നത്. നമുക്കറിയാം പല താരങ്ങളും വിശ്രമം ആവശ്യപ്പെടുന്ന ടൈമാണ്. ബോളർമാർക്ക് വിശ്രമം കൊടുക്കുന്നുണ്ട്, ഫാസ്റ്റ് ബോളർമാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ബാറ്റ്സ്മാർ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഗില്ലൊക്കെ സന്നദ്ധനായി വരുന്നു പറയുമ്പോൾ അത് അവരും കൂടി ഈ ആഭ്യന്തര ക്രിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് കാണുന്നത്. BCCI ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ ആഭ്യന്തര ക്രിക്കറ്റ് തന്നെയാണ്. കാരണം ആഭ്യന്തര ക്രിക്കറ്റിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാലേ ഈ യുവതാരങ്ങൾക്ക് ഈ സീനിയർ താരങ്ങൾ കളിച്ച് ഇടവഴി വന്നാൽ മാത്രമേ ദേശീയ ടീമിലേക്കുള്ള നാളത്തെ ടീമിനെ വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ട്. അതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ മാറ്റം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഇന്ത്യയുടെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ളൊരു പരിശീലന പരിപാടികളൊക്കെ BCCI തുടങ്ങിയിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു താരത്തെ മുന്നിൽ നിർത്തി തന്നെ ആയിരിക്കും അടുത്തൊരു ഇന്ത്യയുടെ ഒരു ഭാവി തീരുമാനിക്കപ്പെടുന്നത്. അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശിയുടെ ഇപ്പോഴത്തെ ഒരു ബാറ്റിംഗ് ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന എന്തിനെ അടിച്ച് തകർക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കംപ്ലീറ്റ് ക്രിക്കറ്റർ ആകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏകദിന ശൈലി അതുപോലെ തന്നെ ടെസ്റ്റിൽ ബാറ്റ് ചെയ്യുന്ന ശൈലി ഇതൊക്കെ വളരെയധികം മെച്ചപ്പെടേണ്ട പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം ഇത്തരത്തിൽ ഒരു പരിശീലന പരിപാടികൾ കൊണ്ടുവരുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ T20 ക്രിക്കറ്റ് എന്ന് പറയുന്നത് ലോക ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമാറ്റായി മാറുമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. കാരണം ഗ്ലോബൽ ലെവലിൽ അതിന് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുക, അംഗീകാരം എന്നതിലുപരി ഒരുപാട് രാജ്യങ്ങൾ കളിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പല രാജ്യങ്ങളും ഇപ്പോൾ ഇറ്റലി ലോകകപ്പ് യോഗ്യത നേടുന്നു, അതുപോലെ ഒളിമ്പിക് ക്രിക്കറ്റ് വരുന്ന അങ്ങനെ വരുന്ന സമയത്ത് T20 ഒരു പ്രധാനപ്പെട്ട ഫോർമാറ്റായിട്ട് നിലനിൽക്കെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ഭാവി ഉണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിനുള്ള പരിശീലന പരിപാടികൾ തന്നെയാണ് BCCI ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.